ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബെല്ലു ഹില്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ KPSTA സ്വദേശ് മെഗാ ക്വിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും സ്വദേശ് മെഗാ ക്വിസിൽ വിജയിക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ഭഗത് സിംഗ്. ബ്രിട്ടീഷുകാർക്കെതിരെ ചിറ്റഗോങ്ങിൽ സായുധ വിപ്ലവം സംഘടിപ്പിച്ച നേതാവ് ആര്? ഉത്തരം സൂര്യ സെൻ. മുംബൈ നാവിക കലാപം നടന്ന വർഷം ഏത്? ഉത്തരം 1946. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ശിപ്പായി ലഹള. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? ഉത്തരം 1857. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് മഹാത്മാജിയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചതിനാൽ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ഗാന്ധിജി ദർശനം നടത്തുകയുണ്ടായി. ഏതാണ് ആ ക്ഷേത്രം? ഉത്തരം മധുര മീനാക്ഷി ക്ഷേത്രം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടി ഏത്? ഉത്തരം ഫോർവേഡ് ബ്ലോക്ക്. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ഉത്തരം ലാഹോർ സമ്മേളനം. മഹാത്മാഗാന്ധി കുറച്ചുകാലം ബാരിസ്റ്റർ ആയി ജോലി ചെയ്തിരുന്നത് എവിടെയാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്കയിൽ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? ഉത്തരം കാനിങ് പ്രഭു. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം ഏത്? ഉത്തരം 1948. ഇന്ത്യ സ്വതന്ത്രമായത് എപ്പോൾ? ഉത്തരം 1947 ഓഗസ്റ്റ് 15. ദത്താവകാശ നിരോധന നിയമം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആര്? ഉത്തരം ഡൽഹൌസി പ്രഭു. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട രാജാവ് ആര്? ഉത്തരം പഴശ്ശിരാജ. ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആര്? ഉത്തരം ജനറൽ ഡയർ. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ നായിക ആര്? ഉത്തരം അരുണ ആസഫ് അലി. ഇന്ത്യയിൽ തപാൽ സമ്പ്രദായം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1837. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏത്? ഉത്തരം മീററ്റ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച വർഷം ഏത്? ഉത്തരം 1942. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏത്? ഉത്തരം ബംഗാൾ ഗസറ്റ്. 1780 ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങിയത്. കാശ്മീരിലെ ഉരുക്കുവനിത എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം 50 വർഷം കാശ്മീർ ഭരിച്ച ഉത്പാല രാജ്ഞി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് ആര്? ഉത്തരം റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്.
ബ്രഹ്മസമാജ സ്ഥാപകൻ ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. 1857 ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഝാൻസി റാണി. ഗാന്ധിജി ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഗുജറാത്ത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇത് പറഞ്ഞത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ്. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ജനയിതാവ് ആര്? ഉത്തരം വിനോബ ഭാവെ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ടിപ്പു സുൽത്താൻ ഏത് ദേശത്തെ ഭരണാധികാരിയായിരുന്നു? ഉത്തരം മൈസൂർ. ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത്? ഉത്തരം 1905. അവസാനം ഇന്ത്യ വിട്ടൊഴിഞ്ഞുപോയ വിദേശീയർ ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ സതീ സമ്പ്രദായം നിർത്തലാക്കിയത് ആര്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. വന്ദേ മാതരം എന്ന ഗാനം എഴുതിയത് ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം ഏത്? ഉത്തരം 1885. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സരോജിനി നായിഡു. ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? ഉത്തരം WC ബാനർജി. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം ഏത്? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏത്? ഉത്തരം കൽക്കത്ത സർവകലാശാല. കൽക്കത്ത സർവകലാശാല സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1857. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഏറ്റവും ആദ്യം ശരി ഉത്തരം അയച്ചിരിക്കുന്നത് മാധവ് S ആണ്. രണ്ടാമതായി തൻഹ തര, മൂന്നാമതായി മൃദംഗ, നാലാമതായി കൃഷ്ണദാസ്, അഞ്ചാമതായി അബ്ദുൾ ഹമീദ് എന്ന അക്കൗണ്ട്. ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം എത്ര? ഉത്തരം 17. ലോകസഭ നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1952 ജനുവരി 26. ലോകസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എപ്പോൾ? ഉത്തരം 1952 മെയ് 13. ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? ഉത്തരം 545. ലോകസഭാംഗത്തിന്റെ കാലാവധി എത്ര? ഉത്തരം 5 വർഷം. രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര? ഉത്തരം 6 വർഷം. ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? ഉത്തരം M അനന്തശയനം അയ്യങ്കാർ. ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? ഉത്തരം GV മൗലാങ്കർ. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം സ്പീക്കർ.
ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ മലയാളി ആരായിരുന്നു? ഉത്തരം CM സ്റ്റീഫൻ. പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ഏത് സമയത്തിലാണ്? ഉത്തരം ചോദ്യോത്തര വേള. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമായിരുന്നു. ചോദ്യം ഇതാണ്: സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏതു വർഷമാണ്? ഉത്തരം 1893. ഏറ്റവും ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് ശ്രീകാന്ത് B ആണ്. ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് ആര്? ഉത്തരം രാഷ്ട്രപതി. ഏറ്റവും അധികം ലോകസഭാ മണ്ഡലങ്ങൾ ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം അനുച്ഛേദം 326. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങൾ എത്രയാണ്? ഉത്തരം 6. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച വർഷം ഏത്? ഉത്തരം 1989. വിദേശ രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര പ്രതിനിധികളായ അംബാസഡർമാരെ നിയമിക്കുന്നത് ആര്? ഉത്തരം രാഷ്ട്രപതി. രാഷ്ട്രപതി ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര? ഉത്തരം 35 വയസ്സ്. രാഷ്ട്രപതിയുടെ കാലാവധി എത്ര? ഉത്തരം 5 വർഷം. ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? ഉത്തരം അൺടു ദി ലാസ്റ്റ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സേനാ മേധാവി ആര്? ഉത്തരം അനിൽ ചൗഹാൻ. ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം പ്രഭാവർമ്മ. ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ എന്താണ്? ഉത്തരം വേവൽ പ്ലാൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം സ്വരാജ് പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കാരണമായ കമ്മീഷൻ ഏതാണ്? ഉത്തരം ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ ദിവസം ഏത്? ഉത്തരം 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 3. ക്യാബിനറ്റ് മിഷൻ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം പെത്വിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷനെ അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഉത്തരം ക്ലമന്റ് ആറ്റ്ലി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ ദിവസം ഏത്? ഉത്തരം 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 389. ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം MN റോയ്. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ്. വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? ഉത്തരം 1924. വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ടിം ബേണസ് ലീ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ
ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഗാന്ധിജി. റിച്ചാർഡ് ആറ്റംബറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻ ആര്? ഉത്തരം ബെൻ കിങ്സ്ലി. ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ യാത്ര അവസാനിച്ചത് എവിടെ? ഉത്തരം വാരണാസിയിൽ. വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധിയുമായി ഒരു കൂടിക്കാഴ്ച കരാർ ഉണ്ടാക്കിയിരുന്നു. 1947 ഓഗസ്റ്റ് 14 രാത്രിയിലെ ഒരു പ്രസ്താവനയാണിത്. ആരുടേതാണ് ഈ പ്രസ്താവന? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം അബ്ബാസ് ത്യാബ്ജി. ഔദ്യോഗികമായി വൃക്ഷം, ജീവി, പക്ഷി, ചെടി എന്നിവയെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബിൽ മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യപ്പെടുന്ന ഘട്ടം ഏത്? ഉത്തരം 3ാം വായന. ഒരാളെ സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്താൻ അയാൾ സമ്മതിദായക പ്രദേശത്ത് കുറഞ്ഞത് എത്ര കാലം താമസിക്കുന്ന ആളാവണം? ഉത്തരം 6 മാസം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ വീണ്ടും കാണുക, ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോസും മറക്കാതെ കാണുക. ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ തന്നെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക.